എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേപ്പറിൽ മൂന്നാമത്തെ ചാപ്റ്ററായ ഇൻകം ഫ്രം സാലറീസ്, അതിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ അലവൻസസും പിന്നെ പ്രോവിഡൻറ്റ് ഫണ്ടും ഈ രണ്ട് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഓക്കെ, അപ്പോൾ പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് പെർക്വിസിറ്റ്സ്? സോ പെർക്വിസിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി കാഷ്വൽ emolument or profit attached to an office or position in addition to salaries or wages. Okay, additional to salary or wages. If any other emolument or profit is attached with an office, then it is known as perquisite. അതായത് സാലറിക്ക് പുറമെ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് പെർക്വിസിറ്റ് ആയിട്ട് ജനറലി അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റി ഗിവൺ ബൈ ദി എംപ്ലോയർ. അതായത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയോ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്ററി വാല്യൂ ആണ് എന്ത് പെർക്വിസിറ്റ് ആയിട്ട് നമ്മൾ ടാക്സിൽ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ സാലറിക്ക് പുറമെ അധികം അത് നോൺ ക്യാഷ് എലമെൻറ്റ്സ് ആവാനാണ് ചാൻസ് കൂടുതലും. ഓക്കെ, അധിക പക്ഷവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പെർക്വിസിറ്റ്സ് ആർ ഓഫ് 3 ടൈപ്സ്. 3 തരം പെർക്വിസിറ്റ്സ് ആണുള്ളത്. ഓക്കെ, പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ആദ്യത്തേത് പറയുന്നത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. രണ്ടാമത്തേത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയി. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്, ഒരു കാറ്റഗറി ഓഫ് എംപ്ലോയീസ് എന്താണ് ലോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിന് മാത്രം വരുന്ന പെർക്വിസിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്, ടാക്സ് തീരെ അടയ്ക്കാത്ത പെർക്വിസിറ്റ്സ്, അതായത് ടാക്സ് തീരെ വരാത്ത പെർക്വിസിറ്റ്സ്. അപ്പോൾ 3 തരം പെർക്വിസിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ആദ്യത്തേത് എന്താണ് എല്ലാ കേസിലും ടാക്സബിളായി വരുന്ന പെർക്വിസിറ്റ്സ് ആണ്. അടുത്തത് സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രം വരുന്ന പെർക്വിസിറ്റ്സ്, ടാക്സബിൾ ആയിട്ട് വരുന്ന പെർക്വിസിറ്റ്സ്. മൂന്നാമത്തത് ടാക്സ് തീരെ വരാത്ത, ടാക്സ് അടയ്ക്കേണ്ട, ആ പെർക്വിസിറ്റ്സിന് ടാക്സ് അടയ്ക്കേണ്ട, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. എല്ലാ കേസിലും ടാക്സബിൾ ആയിട്ട് വരുന്ന പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് പറയുന്നത് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ, അതായത് ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയിക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനായിട്ട് വീട് കൊടുക്കുകയാണെങ്കിൽ അതാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഫ്രീ ആയിട്ട് വീട് താമസിക്കാനായിട്ട് അത് ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, അതിൻ്റെ വാല്യൂ ഇറ്റ് ഹാസ് ടു ബി ആഡഡ് ടു സാലറി ടു ഫൈൻ ടാക്സ്. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ കൂടെ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഈ ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഗവൺമെൻറ് എംപ്ലോയിക്കാണ് കിട്ടുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ, വെൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ അലോട്ടഡ് ക്വാർട്ടേഴ്സ് ഓർ ഹൗസസ് ഓർ ഫ്ലാറ്റ്സ്, ദി വാല്യൂ ഇസ്, ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ടാക്സ് ഫ്രീ ഒന്നുമല്ല, ഇവർക്കും എന്താണ് ഇതിന് ടാക്സബിൾ ആണ്. എന്താണ്, അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ ഈക്വൽ ടു എമൗണ്ട് ഡിറ്റർമിൻഡ് ബൈ ദി ഗവൺമെൻറ് ആസ് പെർ റൂൾസ്, അല്ലെങ്കിൽ ലൈസൻസ് ഫീ. അപ്പോൾ അത് ചോദ്യത്തിൽ പറയും, ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടാവും, ലൈസൻസ് ഫീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എമൗണ്ട് അങ്ങ് എന്താണ് സാലറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെന്താണ്, ഫർണിച്ചർ ഇല്ലാത്ത അക്കോമഡേഷൻ, അത് വെറും ഒരു വീട് മാത്രം കൊടുക്കുകയാണെങ്കിൽ, ബിൽഡിംഗ് മാത്രം, അതിൽ കൂടെ ഫർണിച്ചർ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് അഡീഷണൽ വാല്യൂയിലേക്ക് ആഡ് ചെയ്യണം. ആഡ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. അപ്പോൾ നമുക്ക് അവിടെ ഫർണിച്ചറും കൂടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ 10% എന്താണ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി വരുമ്പോഴാണ് എന്ത് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഫേർണിഷ്ഡ് ഹൗസായി മാറുന്നത്. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാന്ന് വെച്ചാൽ ലെസ് എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇതാണ് എന്തിൽ വരുന്നത്, ഗവൺമെൻറ് എംപ്ലോയീസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈസൻസ് ഫീ ഗവൺമെൻറ് സെറ്റ് ചെയ്തത് എഴുതി വെക്കുക. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാന്ന് വെച്ചാൽ 10% ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 10% ആഡ് ചെയ്യുക. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഫേർണിഷ്ഡ് ഹൗസ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് എന്ത് വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്. ഓക്കെ, കൺസെഷണൽ റെൻറ്റിൽ നിന്ന് കിട്ടുന്ന എന്താണ് എമൗണ്ട് ഇതാ വരുന്നത്, ഇതാണ് നെറ്റ് എമൗണ്ട്. ഇനി അതർ എംപ്ലോയീസ് ആണെങ്കിൽ, അപ്പോൾ അതർ എംപ്ലോയീസിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇഫ് അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ, അപ്പോൾ എംപ്ലോയർ ആണ്
ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൗസ് അയാളുടെ കൈവശമാണ് ഉള്ളത്, അയാളാണ് അത് എംപ്ലോയിക്ക് താമസിക്കാനായിട്ട് കൊടുത്തത് എങ്കിൽ. അക്കോമഡേഷൻ ഈസ് ഇൻ എ സിറ്റി വിത്ത് എ പോപ്പുലേഷൻ എക്സീഡിങ് 25 lakhs. അതായത് ഈ ഒരു വീട് സൗകര്യം അല്ലെങ്കിൽ എന്താണ് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത് ഒരു സിറ്റിയാണ്. ആ സിറ്റിയിൽ 25 ലക്ഷത്തിന് മുകളിലാണ് ജനസംഖ്യ എങ്കിൽ, ബോംബെ, ഡൽഹി, കൽക്കത്ത, ബാംഗ്ലൂരൊക്കെ പോലുള്ള സിറ്റി 25 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ സാലറിയുടെ 15% കൊടുക്കണം എന്നാണ് പറയുന്നത്. സാലറിയുടെ 15% റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് നമ്മൾ ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാലറി എന്ന് പറയുന്നത് ഇതിനൊരു പെർട്ടിക്കുലർ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ സാലറി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഓരോ ടൈപ്പിലും നമ്മളിപ്പോൾ സാലറീൻ്റെ ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ അപ്പോൾ സാലറിക്ക് ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുക, അക്കോമഡേഷൻ ഇസ് ഇൻ എ സിറ്റി വിത്ത് പോപ്പുലേഷൻ എക്സീഡിങ് 10 lakhs ബട്ട് നോട്ട് എക്സീഡിങ് 25 lakhs. ഇപ്പോൾ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ഒരു പ്രധാന നഗരം പോലുള്ളൊരു സ്ഥലമാണെങ്കിൽ, അതായത് ഇപ്പോൾ കോഴിക്കോടോ കൊച്ചിയോ തിരുവനന്തപുരം പോലത്തെ സ്ഥലങ്ങൾ 10 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയും പക്ഷേ എന്താണ് 25 ലക്ഷം ഒന്നും കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സാലറിയുടെ 10% നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതർ പ്ലേസസ് ആകുമ്പോൾ ഇതിൽ പെടാത്ത സ്ഥലങ്ങൾ, അതായത് 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യ വരുന്ന സ്ഥലങ്ങൾ, അപ്പോൾ ഗ്രാമങ്ങളാവാം ചെറിയ ചെറിയ നഗരങ്ങളുമാവാം, അവിടെ 7.5% സാലറിയുടെ നമ്മൾ എന്ത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് ടാക്സിൽ കാണിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ്. ഇതിന് കൂടെ ഫർണിച്ചർ കൂടി തരികയാണെങ്കിൽ, എംപ്ലോയർ തരികയാണെങ്കിൽ അതിൻ്റെ 10% നമ്മൾ എന്താണ് ടാക്സബിളിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് എംപ്ലോയർ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ. ഇനി ഇഫ് അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ്, അക്കോമഡേഷൻ ലീസിന് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ റെൻറ്റിനാണ് എടുത്തത് എങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് ഈസ് 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ ലീസ് റെൻ്റൽ വിച്ച് എവർ ഈസ് ലെസ്. അതായത് എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത സ്ഥലം ആണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്, എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഒന്നുകിൽ ആ വാടക പൈസ എംപ്ലോയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടക പൈസ, അല്ലെങ്കിൽ സാലറിയുടെ 15% ഇതിലേതാണോ എന്താണ് ചെറുത് അതാണ് നമ്മൾ ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ നമ്മൾ ആഡ് ചെയ്യണം. അതേപോലെ എന്ത് ലെസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലെസ് ചെയ്യാം. അത് എന്താണ് എല്ലാ 3 കേസിലും, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസാണെങ്കിലും നോൺ ഗവൺമെൻറ്റിൽ എന്താണ് നമ്മുടെ എംപ്ലോയർ ഓൺ ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കേസാണെങ്കിലും എംപ്ലോയർ ലീസിന് എടുത്തിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കേസാണെങ്കിലും ഫർണിച്ചറിൻ്റെ 10%, അതേപോലെ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്താണ് ലെസ്സും ചെയ്യാനുള്ള പ്രൊവിഷൻസ് നിയമത്തിലുണ്ട് അല്ലെങ്കിൽ ടാക്സിൻ്റെ ലോയിലുണ്ട്. ഓക്കെ, എംപ്ലോയിക്ക് ഒരു ഹോട്ടലിലാണ് കൊടുക്കുന്നത് എങ്കിൽ ദെൻ 24% ഓഫ് സാലറി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദി പ്രീവിയസ് ഇയർ. അപ്പോൾ സാലറിയുടെ 24% ടാക്സബിളിലേക്ക് മാറ്റേണ്ടത്. ടാക്സബിൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് സാലറിയുടെ 24% എടുത്തിട്ട് എന്താണ് ഗ്രോസ് സാലറിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ആക്ച്വൽ ചാർജസ് പെയ്ഡ് ഓർ പേയബിൾ ടു സച്ച് ഹോട്ടൽ വിച്ച് എവർ ഈസ് ലോവർ. ഒന്നുകിൽ 24% അല്ലെങ്കിൽ ആക്ച്വൽ ചാർജസ്, അതായത് എംപ്ലോയർക്ക് കയ്യിൽ നിന്ന് ചിലവായ ചാർജ്, എംപ്ലോയിയെ താമസിപ്പിക്കാനായിട്ട് എംപ്ലോയർക്ക് വന്ന ചാർജ്, ഇതിലേതാണോ ചെറുത് ഇത് ഗ്രോസ് സാലറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഫോർ ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ഹവർ ഇഫ് ദ എംപ്ലോയി പേയ്സ് റെൻറ്റ് ദ വാല്യൂ സോ ഡിറ്റർമൈൻഡ് ഷാൽ ബി റെഡ്യൂസ്ഡ്. അതായത് എംപ്ലോയി റെൻ്റ് അടയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റെൻറ്റിൻ്റെ ഒരു പാർട്ടെങ്കിലും അടയ്ക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഈ പറയുന്ന റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ ടാക്സബിൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ദർ ഈസ് നോ പെർക്വിസിറ്റ് വാല്യൂ ഇഫ് ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 15 days. അതായത് 15 ദിവസത്തിനുള്ളിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയി 15 ദിവസം മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ നമ്മളവിടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് പരിഗണിക്കേണ്ട, അത് ടാക്സബിൾ പെർക്വിസിറ്റ് അല്ല. ഓക്കെ, ഓർ ഇറ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഓൺ ട്രാൻസ്ഫർ. അതായത് എംപ്ലോയിയുടെ ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിലും എന്താണ് ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് താൽക്കാലികമായിട്ടൊരു ഹോട്ടലിൽ താമസ സൗകര്യം എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല ടാക്സബിളായിട്ട്. ഇവിടെ ശ്രദ്ധിക്കുക,
സാലറി ആയിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ ദിസ് പേർപ്പസ്. അതായത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാലറി, അപ്പോൾ സാലറിയുടെ 24%, 10%, 15%, 7% എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ആ സാലറി എന്ന് വെച്ചാൽ, ആ സാലറിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബേസിക് പേ വരുന്നുണ്ട്, DA ഇഫ് ഗിവൺ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്, DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ വരുന്നുണ്ട്, ബോണസ് വരുന്നുണ്ട്, കമ്മീഷൻ വരുന്നുണ്ട്, പിന്നെ ബോണസും കമ്മീഷനും, പിന്നെ ഓൾ ടാക്സബിൾ അലവൻസസ്, എല്ലാ ടാക്സബിൾ അലവൻസുകളും വരുന്നുണ്ട്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് വാല്യൂ ഓഫ് എനി പെർക്വിസിറ്റ്, ഒരു പെർക്വിസിറ്റിൻ്റെ വാല്യൂ പോലും എടുക്കാൻ പാടില്ല. എല്ലാ ടാക്സബിൾ അലവൻസും, ബോണസ്, കമ്മീഷൻ, ബേസിക് പേ, DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ DA ഫോമിംഗ് പാർട്ട് എന്ന് പറയുന്ന ഭാഗം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, എനി എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ പേയബിൾ ബൈ ദി എംപ്ലോയി. ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിരുന്നു നമ്മൾ ആദ്യം കണ്ട പെർക്വിസിറ്റ്, ഫ്രീ ആയിട്ട് താമസ സൗകര്യം കൊടുക്കുന്നത്, അതായിരുന്നു ആദ്യം കണ്ട പെർക്വിസിറ്റ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എനി എമൗണ്ട് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ പേയബിൾ ബൈ ദി എംപ്ലോയി. എംപ്ലോയിൻ്റെ ബാധ്യത എംപ്ലോയർ തീർക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ടാക്സബിൾ പെർക്വിസിറ്റ്. ഓക്കെ, എന്തൊക്കെയായാലും വരുന്നത്, ക്ലബിൻ്റെ ബില്ലുകൾ, ഇപ്പോൾ ലയൺസ് ക്ലബ്ബ് അങ്ങനത്തെ എന്താണ് ഹൈഫൈ ക്ലബ്ബുകൾ, അവിടെയൊക്കെ ബില്ല് വരികയാണെങ്കിൽ അത് എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അത് പെർക്വിസിറ്റാണ്. ഹോട്ടൽ ബില്ല് കൊടുക്കുകയാണെങ്കിലും പെർക്വിസിറ്റാണ്. ലോണിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിലും പെർക്വിസിറ്റാണ്. എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ് ചിൽഡ്രൻ, അതായത് എംപ്ലോയിയുടെ കുട്ടികൾക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ എക്സ്പെൻസ് എംപ്ലോയർ അടയ്ക്കുകയാണെങ്കിൽ അത് പെർക്വിസിറ്റാണ്. ഇൻകം ടാക്സ് എംപ്ലോയർ അടയ്ക്കുകയാണെങ്കിൽ പെർക്വിസിറ്റാണ്. ഓർ എനി അതർ ടാക്സ്, ഇൻകം ടാക്സോ മറ്റേതെങ്കിലും ടാക്സോ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ അടയ്ക്കുകയാണെങ്കിൽ അത് പെർക്വിസിറ്റാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പെർക്വിസിറ്റാണ് എന്ത്, എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ പേയബിൾ ബൈ എംപ്ലോയി. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ ലോൺ അറ്റ് കൺസെഷണൽ റേറ്റ്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ ലോൺ അറ്റ് കൺസെഷണൽ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺ കൊടുക്കുക അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിൽ ഇൻട്രസ്റ്റ് വരുന്ന ലോണുകൾ എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, പെർക്വിസിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. വേർ എംപ്ലോയർ ഹാസ് പ്രൊവൈഡഡ് എനി ലോൺ വിത്തൗട്ട് ചാർജിങ് എനി ഇൻട്രസ്റ്റ്, എംപ്ലോയർ ഏതെങ്കിലും ഒരു ലോണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാതെ കൊടുക്കുകയാണെങ്കിൽ അത് പെർക്വിസിറ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് വാല്യുവേഷൻ ഈസ് ആസ് ഫോളോസ്, വേർ ദ എമൗണ്ട് ഓഫ് ലോൺ ഡസ് നോട്ട് എക്സീഡ് 20,000 ദ വാല്യൂ ഷാൽ ബി നിൽ. അതായത് 20,000 വരെ ഒരു ലോൺ കൊടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് തിരിച്ച് 20,000 തന്നെ വാങ്ങുകയാണെങ്കിൽ, ഒരു 20,000 ലോൺ കൊടുത്തു, അതിനൊരു ഇൻട്രസ്റ്റും വാങ്ങാതെ 20,000 എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എംപ്ലോയർ തിരിച്ച് വാങ്ങുകയാണ്. ഇവിടെ ലോൺ കൊടുത്തിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിലല്ല പെർക്വിസിറ്റായിട്ട് ചാർജ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ 20,000 വരെയുള്ള എമൗണ്ട് എന്താണ്, അതിനൊന്നും ഇൻട്രസ്റ്റ് വാങ്ങണമെന്നില്ല. 20,000 മുകളിൽ പോകുമ്പോഴാണ് എന്ത് ഇൻട്രസ്റ്റ് വാങ്ങേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലോൺ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ സ്പെസിഫൈഡ് ഡിസീസസ്. അപ്പോൾ സ്പെസിഫൈഡ് ഡിസീസ്, ചില ഡിസീസുകളെ എന്താണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോയിൽ. അപ്പോൾ അത്തരം ഡിസീസുകൾക്കായിട്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് ലോൺ കൊടുത്തിരിക്കുന്നത് എങ്കിൽ അപ്പോൾ ഇൻട്രസ്റ്റ് അതിൽ വാങ്ങേണ്ട കാര്യമില്ല, അത് പെർക്വിസിറ്റ് ആയിട്ട് പരിഗണിക്കില്ല. ഇനി അടുത്ത പോയിന്റ് നോക്കുക, വേർ ദി എമൗണ്ട് എക്സീഡ്സ് 20,000, എമൗണ്ട് 20,000 മുകളിലാണെങ്കിലും വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ദി എമൗണ്ട് ഫോർ ദി പീരീഡ് ബൈ ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി റേറ്റ് ചാർജ്ഡ് ബൈ ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ആക്ച്വൽ റേറ്റ് ചാർജ്. ഓക്കെ, അപ്പോൾ 20,000 മുകളിലാണ് ലോണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റും എംപ്ലോയർ വാങ്ങുന്ന ഇൻട്രസ്റ്റ് റേറ്റും കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ടാക്സബിൾ ആക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹോളിഡേ എൻജോയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഹോളിഡേ എൻജോയ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഫ്രീ ഫുഡ്, സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ വാല്യൂ 50 രൂപയിൽ കൂടുകയാണെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. 50 രൂപയിൽ താഴെയാണെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ് അല്ല. ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഗിഫ്റ്റ് ഗിവൺ ഇൻ കൈൻഡ് ഓൺ സോഷ്യൽ ഓർ റിലീജിയസ് ഒക്കേഷൻസ് ഈസ് എക്സെംപ്റ്റ് അപ് ടു 5,000. അതായത് സോഷ്യൽ ഒക്കേഷൻസിന്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് സീസണിലോ അല്ലെങ്കിൽ വല്ല റിലീജിയസ് ഒക്കേഷൻസിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് 5,000 വരെ എക്സെംപ്റ്റഡ് ആണ്. 5,000 മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് ടാക്സബിൾ ആകുന്നത്. ഓൾ അതർ ഗിഫ്റ്റ്സ് ആർ ടാക്സബിൾ പെർക്വിസിറ്റ്സ്.
ഓക്കെ, മറ്റെല്ലാ ഗിഫ്റ്റുകളും എന്താണ് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ക്യാഷ് ഗിഫ്റ്റ് ഷാൽ ബി ഫുള്ളി ടാക്സബിൾ. ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫെസ്റ്റിവലിൽ കൊടുക്കുന്ന ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. ഓക്കെ, വല്ല ഇൻ കൈൻഡ് കൊടുക്കുമ്പോഴാണ് 5000 വരെ എന്ത് വരുന്നത്, ടാക്സബിൾ അല്ലാത്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, എക്സ്പെൻസസ് ചാർജ് ടു ക്രെഡിറ്റ് കാർഡ്. അതായത് എംപ്ലോയിയുടെ ക്രെഡിറ്റ് കാർഡിന് എന്തെങ്കിലും എക്സ്പെൻസ് എംപ്ലോയർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, എംപ്ലോയിയുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവ് വന്നിട്ട് അത് എംപ്ലോയിയുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവ് എംപ്ലോയർ വീട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ, ക്രെഡിറ്റ് കാർഡ്. അടുത്തത് ക്ലബ് എക്സ്പെൻസ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ക്ലബ് എക്സ്പെൻസിൻ്റെ കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വാല്യൂ ഓഫ് മൂവബിൾ അസെറ്റ്. മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ. വെൻ ദി എംപ്ലോയർ പ്രൊവൈഡ്സ് എനി മൂവബിൾ അസെറ്റ്സ് അതർ ദാൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ദ യൂസ് ഓഫ് എംപ്ലോയീസ്, ദി വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റ് ഷാൽ ബി. അതായത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ കൊടുക്കുകയാണ്. കാരണം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എന്താണ് ഇപ്പോൾ ജോലിയുടെ ഒരു ഭാഗമാണ്. ഓഫീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കും. അപ്പോൾ ജോലി കഴിഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ ടെർമിനേഷൻ സമയത്തോ അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴോ എന്ത് ചെയ്യണം, ഒരു ടാസ്ക് കഴിയുമ്പോൾ എന്താണ് ആ ലാപ്ടോപ്പ് വീണ്ടും ഓഫീസിൽ കൊണ്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. മറ്റെന്തെങ്കിലും മൂവബിൾ അസറ്റ്, വല്ല ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടെലിവിഷനോ ഈ വക എന്താണ് എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള മൂവബിൾ അസറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. എങ്ങനെയാണ് ടാക്സബിൾ ആവുന്നത്, വാല്യൂ എങ്ങനെ വരും? ഇഫ് ദ അസറ്റ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ 10% പെർ ആനം ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അപ്പോൾ ആ ഒരു അസറ്റ് എംപ്ലോയർ ആണ് ഓൺ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ 10% ടാക്സബിൾ ആയിട്ട് വരും. ഇനി അസറ്റ് ഈ എംപ്ലോയർ റെൻറ്റിനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ റെൻറ്റിൻ്റെ എമൗണ്ട് എന്താണ്, ടാക്സബിൾ ആണ്, മൂവബിൾ അസറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് യൂസ് ഓഫ് മൂവബിൾ അസറ്റാണ്, ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ്. ഇവിടെ ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ മീൻസ് എന്താണ്, എംപ്ലോയീൻ്റെ പേരിലേക്ക് അങ്ങ് കൊടുക്കുക. എംപ്ലോയിക്ക് അങ്ങ് വാങ്ങിയിട്ട് എംപ്ലോയീൻ്റെ പേരിൽ വാങ്ങി കൊടുക്കുക, എംപ്ലോയിക്ക് സ്വന്തമായിട്ട് കൊടുക്കുക. ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. ട്രാൻസ്ഫർ മീൻസ് എന്താണ്, അതിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേർ ദ എംപ്ലോയർ ട്രാൻസ്ഫേഴ്സ് എനി മൂവബിൾ അസറ്റ് ടു ദി എംപ്ലോയി, ദി വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ വാല്യൂഷനെ കുറിച്ചിട്ടാണ്. ഇനി മോട്ടോർ കാറും മറ്റ് അസറ്റ്സിനും ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് വരുന്നത്. മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഡിപ്രിസിയേഷൻ റേറ്റിൻ്റെ എമൗണ്ട് മാത്രം മാറും. ബാക്കി ഫോർമാറ്റ് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഫോർമാറ്റ് മീൻസ് എന്താണ്, ആദ്യം എഴുതേണ്ടത് കോസ്റ്റ് തന്നെയാണ്, പിന്നെ ആ ഡിപ്രിസിയേഷൻ കുറയ്ക്കേണ്ടത്, പിന്നെ എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടത്. ഡിപ്രിസിയേഷൻ്റെ റേറ്റിന് മാത്രം മാറ്റം വരും. ഇനി അടുത്തതായിട്ട് മോട്ടോർ കാറിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ മോട്ടോർ കാർ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് കാർ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് 20% ഡിപ്രിസിയേഷൻ ഓൺ WDV. ഓക്കെ, അതിൻ്റെ ബാലൻസിൽ നിന്ന് 20% കുറയ്ക്കാൻ വേണ്ടത്. അത് കൂടാതെ എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അതർ മൂവബിൾ അസറ്റ്സ് ആണെങ്കിൽ, മറ്റ് മൂവബിൾ അസറ്റ്സ് ആണെങ്കിൽ 10% ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സിന് 50%, മോട്ടോർ കാർ ആണെങ്കിൽ 20%, അതർ അസറ്റ്സ് അത് രണ്ടും പെടാത്ത മറ്റ് അസറ്റുകളാണെങ്കിൽ അതിന് 10% വരുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അലോട്ട്മെൻറ്റ് ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണെന്ന് നോക്കണം. അതിന് മുൻപായിട്ട് ഇതിൻ്റെ സെക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. സെക്ഷൻ 17 സബ്സെക്ഷൻ 2 6 പറയുന്നത്. സെക്ഷൻ 17 സബ്സെക്ഷൻ 2 6 അലോട്ട്മെൻറ്റ് ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ അലോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പെർക്വിസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ മീൻസ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് ബൈ എ കമ്പനി to its employees or directors or other persons engaged in the promotion of the company free of cost or at concessional rate or for consideration other than cash. ഓക്കെ, അപ്പോൾ എംപ്ലോയീസ് എന്ത് എംപ്ലോയീസ് ആണ്, കമ്പനിയുടെ പ്രൊമോഷനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന എംപ്ലോയീസോ ഡയറക്ടേഴ്സിനോ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിലോ അല്ലെങ്കിൽ ക്യാഷ് അല്ലാതെ എന്തെങ്കിലും എന്താണ് കൺസിഡറേഷൻ വാങ്ങിയിട്ട് ഇക്വിറ്റി ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്, സ്വെറ്റ് ഇക്വിറ്റി. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഇക്വിറ്റി ഷെയർ കൊടുക്കുക, അല്ലെങ്കിൽ കൺസിഡറേഷൻ റേറ്റിന് ഇക്വിറ്റി ഷെയർ കൊടുക്കുക, അതുമല്ലെങ്കിൽ ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും കൺസിഡറേഷൻ ആയിട്ട് ഇക്വിറ്റി ഷെയർ കൊടുക്കുക. എന്തിനു വേണ്ടിയാണ് ഇക്വിറ്റി ഷെയറുകൾ കൊടുക്കുന്നത്? എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ആണ് ഇത് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? എംപ്ലോയീസും ഡയറക്ടേഴ്സും കമ്പനിയുടെ പ്രൊമോഷനായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട്. അപ്പോൾ അതൊരു ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിന് കൊടുക്കുന്നതാണ് എന്ത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയറുകൾ. അപ്പോൾ അത് പെർക്വിസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റിയുടെ
വാല്യുവേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഓഫ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഈസ് ഫൗണ്ട് ഔട്ട് ആസ് ഫോളോസ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഓൺ ദി ഡേറ്റ് ഓഫ് എക്സസൈസിങ് ദി ഓപ്ഷൻ. അതായത് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന നേരത്ത് ആ ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ആണെങ്കിൽ ആദ്യം പറയുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഇസ് ദ ആവറേജ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് റെക്കോർഡ്സ് ഹയസ്റ്റ് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഏത് ഡേറ്റിനാണോ എംപ്ലോയർ ഷെയർ കൊടുത്തിരിക്കുന്നത് ആ ഷെയർ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ആണെങ്കിൽ ആ ദിവസം വന്ന ഹയസ്റ്റ് പ്രൈസ്, ആ ഷെയറിന് വന്ന ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും നോക്കിയിട്ട് അതിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കാണുക. അതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് പരിഗണിക്കേണ്ടത്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഇഫ് ഓൺ ദി ഡേറ്റ് ഓഫ് എക്സസൈസിങ് ദി ഓപ്ഷൻ, അതായത് ആ ഓപ്ഷൻ കൊടുക്കുന്ന ദിവസം ആ ഡേറ്റിന് ഇഫ് ദർ ഈസ് നോ ട്രേഡിംഗ് ഇൻ ദി ഷെയർ ഇൻ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ആ ദിവസം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയാണെങ്കിൽ ട്രേഡിംഗ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഷാൽ ബി ദ പ്രൈസ് ഓഫ് ദ ഷെയർ ക്ലോസസ്റ്റ് ടു ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് ഓഫ് ദി ഓപ്ഷൻ. അതായത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡേറ്റിൽ വരുന്ന ഷെയറിൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ആവറേജ് കാണുക. സോ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി ഫെയർ മാർക്കറ്റ് വാല്യൂ. ഫെയർ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കാണുന്നത്? ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ആവറേജ് കാണുക, ആ വാല്യൂ നോക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് റെഡ്യൂസ് ചെയ്യുക. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രം ടാക്സബിൾ ആയിട്ട് വരുന്ന പെർക്വിസിറ്റ്സിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പെസിഫൈഡ് എംപ്ലോയി എന്താണ് എന്നുള്ളത് നോക്കണം. സ്പെസിഫൈഡ് എംപ്ലോയി എന്താണ് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയി മീൻസ് എ ഡയറക്ടർ എംപ്ലോയി, അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്, അയാൾ എംപ്ലോയിയും കൂടിയാണ് അവിടെയെങ്കിൽ അയാൾ എന്താണ്, ഒരു സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. രണ്ടാമത്തേതായിട്ടുള്ള കണ്ടീഷൻ പറയുന്നത് an employee having substantial interest in the company with not less than 20% voting power. അതായത് ഒരു കമ്പനിയിൽ 20% വോട്ടിംഗ് പവർ, അതായത് 20% ഇക്വിറ്റി ഷെയറുകളുള്ള ഒരു എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ഒന്നുകിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. എനി അതർ എംപ്ലോയി, മറ്റേതെങ്കിലും ഒരു എംപ്ലോയി വിത്ത് എ സാലറി എക്സീഡിങ് 50,000 per annum, അതായത് ഒരു വർഷം 50,000 എങ്കിലും സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹീ ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി. ഈ ഒരു കണ്ടീഷൻ വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ എംപ്ലോയീസ് വിൽ ബി സ്പെസിഫൈഡ്. അതായത് മിനിമം ഒരു 5,000 രൂപ സാലറി വാങ്ങുന്ന ഒരാൾക്കും ഒരു വർഷം 60,000 രൂപ സാലറി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അയാളും ഒരു സ്പെസിഫൈഡ് എംപ്ലോയി. ഇവിടെ ശ്രദ്ധിക്കുക. ഫോളോയിങ് ആർ ദ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. അപ്പോൾ ഈ ഫോളോയിങ് പെർക്വിസിറ്റ്സ് ആണ് ഈ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും എന്താണ്, സാലറി വാങ്ങുന്ന എല്ലാവർക്കും ഈ പറയുന്ന പെർക്വിസിറ്റ്സിനൊക്കെ എന്തുണ്ട്, ടാക്സബിലിറ്റി വരുന്നുണ്ട്. ആദ്യം എന്താണ്, ഫെസിലിറ്റി ഓഫ് കാറിൻ്റെ ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ, കാറിൻ്റെ ഫെസിലിറ്റി, അതായത് പോകാനും വരാനും കാറ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാറിൻ്റെ കേസ് നേരത്തെയും കണ്ടതാണ്. മൂവബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസിലും കാറിൻ്റെ കേസ് കണ്ടതാണ്. യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ, പേഴ്സണലി യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പെർക്വിസിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ എന്താണ്, ഫെസിലിറ്റി കൊടുക്കുകയാണ്, കാറിൻ്റെ ഫെസിലിറ്റി, അതായത് പോകാനും വരാനും, ഓഫീസിലേക്ക് വരാനും ഓഫീസിൽ നിന്ന് പോകാനും കാറിൻ്റെ ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതെന്താ വരുന്നത്, അത് പെർക്വിസിറ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് സ്വീപ്പറിനെ വെക്കുകയാണെങ്കിൽ, ഒരു എന്താണ് തൂപ്പ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സ്വീപ്പറിനെ വെക്കുകയാണെങ്കിൽ, വാച്ച്മാനെ വെക്കുകയാണെങ്കിൽ, ഗാർഡനറിനെ, പേഴ്സണൽ അറ്റൻഡൻറ്റിനൊക്കെ ആരാണ്, ഒരു എംപ്ലോയിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, ടാക്സബിൾ ആണ് ഫോർ സ്പെസിഫൈഡ് എംപ്ലോയി. അടുത്തത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ കൊടുക്കുകയാണെങ്കിലും അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ഫാമിലി മെമ്പേഴ്സ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫാമിലി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ അധികം എന്താണ്, എംപ്ലോയറിൻ്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എംപ്ലോയർ നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫെസിലിറ്റിയാണ് അധികം ഉദ്ദേശിക്കുന്നത് ഇവിടെ. അടുത്തതായിട്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതൊന്നാണ്, ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത് വാല്യുവേഷൻ ഓഫ് കാറാണ്. ഓക്കെ, വാല്യുവേഷൻ ഓഫ് കാർ എന്താണ്, കുറച്ചും കൂടി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട ഒരു എന്താണ് ടോപ്പിക്കാണ് ഈ സ്പെസിഫൈഡ് എംപ്ലോയിയുടെ പെർക്വിസിറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ വാല്യുവേഷൻ ഓഫ് കാറിൽ പറയുന്നത് കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ ദി എംപ്ലോയർ.
കാറ് ഒന്നുകിൽ എംപ്ലോയർ ഓൺ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹയർ ചെയ്യുകയാണെങ്കിലോ. ഓക്കെ, ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. ഇത് എവിടെയാണല്ലോ വരുന്നുള്ളൂ? സാലറി ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയിൻ്റെ സാലറിയിൽ മാത്രമേ ഇത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പേർപ്പസ് ഓൺലി, കാറിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ് ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് ടാക്സബിലിറ്റി ഇല്ല വരുന്നത്, പൂർണ്ണമായിട്ടും ടാക്സ് ഫ്രീ ആണ്. അടുത്തതായിട്ട്, ഇഫ് ദറ്റ് കാർ ഈസ് യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പേർപ്പസ്, പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എംപ്ലോയി, അതായത് അയാളുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കാർ യൂസ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് ഡ്രൈവേഴ്സ് സാലറി പ്ലസ് 10% ഡിപ്രിസിയേഷൻ. ഓക്കെ, ഡിപ്രിസിയേഷൻ ഈസ് നോട്ട് ആഡഡ് ഇഫ് ദ കാർ ഈസ് ഹയേർഡ്. ഓക്കെ, അപ്പോൾ കാർ ഓടിക്കാനും അതിൻ്റെ മെയിൻ്റനൻസിനും വരുന്ന ചിലവ്, അതോടൊപ്പം ഡ്രൈവർക്കുള്ള സാലറി, അതോടൊപ്പം ഡിപ്രിസിയേഷനും ആഡ് ചെയ്യേണ്ടി വരും. ഈ ഡിപ്രിസിയേഷൻ ഒഴിവാകും എപ്പോൾ കാർ വാടകയ്ക്കാണ് എംപ്ലോയർ എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഡിപ്രിസിയേഷൻ എംപ്ലോയി എന്താണ് ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ആഡ് ചെയ്യേണ്ട. അല്ലെങ്കിൽ എന്താണ്, എംപ്ലോയറിൻ്റെ സ്വന്തം വാഹനമാണെങ്കിൽ ഡിപ്രിസിയേഷനും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈവറ്റ് പേർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാറാണ്. കാർ എത്രയാണോ കാറിൻ്റെ വാല്യൂ വരുന്നത്, അതോടൊപ്പം തന്നെ എക്സ്പെൻഡിച്ചർ വരുന്നത്, എക്സ്പെൻഡിച്ചർ ഓൺ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ്, അതായത് ഓടിക്കാനും അതിന് വരുന്ന മെയിൻ്റനൻസിനുള്ള ചിലവും അതിൻ്റെ കൂടെ ഡ്രൈവറിൻ്റെ ചിലവും. ഇനി കാറ് എംപ്ലോയർ ആണ് ഓൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡിപ്രിസിയേഷൻ 10% അതിലേക്ക് ആഡും ചെയ്യണം. എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത കാറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു 10% ഡിപ്രിസിയേഷൻ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തതായിട്ട്, ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ പർപ്പസ്. ഓക്കെ, കാറ് കുറച്ച് സമയം ഒഫീഷ്യൽ പർപ്പസിനും കുറച്ച് സമയം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ടാക്സബിലിറ്റി വരുന്നത്? സ്മോൾ കാറാണെങ്കിൽ, ചെറിയ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് 1.6 ലിറ്റർ CC ആണ് കാറിനുള്ളത്. അതിന് താഴെയാണ് ഇതിൻ്റെ CC വരുന്നതെങ്കിൽ, 1.6ന് താഴെയാണ് വരുന്നതെങ്കിൽ 1800 രൂപ പെർ മന്ത് ആണ് കാറിൻ്റെ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട്, പെർ മന്ത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് സാലറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ കാറാണെങ്കിൽ. വലിയ കാറാണെങ്കിൽ, ലാർജ് കാർ വിത്ത് മോർ ദാൻ 1.6 ലിറ്റർ CC ആണെങ്കിൽ, അപ്പോൾ 1.6 CCനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ 2400 രൂപ പെർ മന്ത്, പ്രതിമാസം 2400 രൂപ വെച്ചിട്ട് സാലറിയിലേക്ക് ആഡ് ചെയ്യണം. 2400 ഇൻറ്റു 12 കൂട്ടിയിട്ട് അത് ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡ്രൈവറെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 900 രൂപ പെർ മന്ത് ഡ്രൈവറിൻ്റെ സാലറി എന്ന് കൂട്ടിയിട്ട് ഗ്രോസ് സാലറിയിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ചെറിയ കാറാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക, ഡ്രൈവർ ഉണ്ടെങ്കിൽ. വലിയ കാറാണെങ്കിൽ ഇത് രണ്ടും, അതും ഡ്രൈവർ ഉണ്ടെങ്കിൽ. ഡ്രൈവർ ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു എമൗണ്ട് കാറിൻ്റെ വലുപ്പം നോക്കിയിട്ട് അല്ലെങ്കിൽ CCൻ്റെ സ്ട്രെങ്ത് നോക്കിയിട്ട്, പവർ നോക്കിയിട്ട് നമ്മൾ ആ ഒരു വാല്യൂ ഗ്രോസ് സാലറി. ഇഫ് ദ എക്സ്പെൻസസ് ഓഫ് ദ കാർ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രൈവറ്റ് യൂസ് ഈസ് ബോൺ ബൈ ദ എംപ്ലോയി, അതായത് പ്രൈവറ്റ് യൂസിലേക്കുള്ള ആ സമയത്ത് കാറ് കൊണ്ടു നടക്കുമ്പോൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കാശ് ചിലവാക്കുന്നത് എങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യൽ യൂസിനും പ്രൈവറ്റ് യൂസും ബോത്ത് യൂസേജ് ഒരു എംപ്ലോയി നടത്തുകയാണെങ്കിൽ, അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ അത് ചിലവ് മൊത്തമായിട്ട് എംപ്ലോയർ നിർവഹിക്കുകയാണെങ്കിൽ 1800, 2400, അതിൻ്റെ കൂടെ വരും ഒരു 900 രൂപ ഡ്രൈവറിൻ്റെ ചിലവും വരും എന്ന് പറഞ്ഞു അല്ലേ. 1800 കാറ് ചെറുതാണെങ്കിൽ വരും, 2400 കാറ് വലുതാണെങ്കിൽ വരും. ഓക്കെ, അത് നമ്മൾ CCൻ്റെ കണക്ക് വെച്ചാൽ പറഞ്ഞത്. CC 1.6 ലിറ്ററാണ് അതിൻ്റെ മാനദണ്ഡം വെച്ചത്. അപ്പോൾ ഇവിടെ പറയാണ്, ഇനി ഒഫീഷ്യൽ യൂസ് കഴിഞ്ഞിട്ട് പേഴ്സണൽ യൂസിന്, വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ കാറിൻ്റെ ചിലവ് എംപ്ലോയി തന്നെയാണ് ചിലവാക്കുന്നത് എങ്കിൽ, അങ്ങനെ വരുന്ന നേരത്ത് സ്മോൾ കാറിന് 600 രൂപ പെർ മന്താണ് വരിക. ഇനി ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 രൂപ തന്നെ വരും. ലാർജ് കാറാണെങ്കിൽ 900 രൂപ പെർ മന്താണ് വരുന്നത്, ഡ്രൈവർ 900 രൂപ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ റേറ്റ് കുറച്ചും കൂടി കുറവാണെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തതായിട്ട്, ഇഫ് ദ കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയി, അതായത് കാറ് എംപ്ലോയിൻ്റെ തന്നെയാണെങ്കിൽ, അപ്പോൾ ചോദ്യം വരിക പിന്നെ എന്തിനാണ് ടാക്സ് അടയ്ക്കുന്നത് എന്നാണ്.
അപ്പോൾ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പേർപ്പസ് ഓൺലി, ഇപ്പോൾ ഈ ഒരു കാർ ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പേർപ്പസ് ദി എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, അതായത് പ്രൈവറ്റ് പേർപ്പസിനായിട്ട് ഇയാളുടെ കാർ തന്നെ കൊണ്ടെടുക്കുമ്പോൾ എംപ്ലോയർ എന്തെങ്കിലും കാശ് അതിനായിട്ട് ചിലവാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എംപ്ലോയർ ചിലവാക്കിയ കാശ് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് നമ്മൾ ഗ്രോസ് സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. അതായത് എംപ്ലോയി പ്രൈവറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കാറിന് എംപ്ലോയർ എന്തെങ്കിലും ചിലവാക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് എംപ്ലോയർ ചിലവാക്കിയ തുക ഗ്രോസ് സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. മൂന്നാമത്തെ കേസ് ശ്രദ്ധിക്കുക. ഇഫ് ദ കാർ ഈസ് യൂസ്ഡ് പാർട്ട്ലി ഓർ ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ്, ഒരു ഭാഗം ഒഫീഷ്യൽ പർപ്പസിനും ഒരു ഭാഗം എന്താണ് പ്രൈവറ്റ് പർപ്പസിനും യൂസ് ചെയ്യുകയാണെങ്കിൽ, സ്മോൾ കാർ ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബൈ എംപ്ലോയർ ലെസ് എന്താണ് 1800 പ്ലസ് എന്താണ് 900 പെർ മന്ത് ഡ്രൈവർക്ക്. ഓക്കെ, ലാർജ് കാർ ആണെങ്കിൽ എന്താണ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബൈ എംപ്ലോയർ ലെസ് എന്താണ് 2400 പ്ലസ് എന്താണ് 900 പെർ മന്ത് ഫോർ ഡ്രൈവർ. അതായത് ഇപ്പോൾ എംപ്ലോയർ ഒരു 5000 രൂപ ചിലവാക്കിയെന്ന് വെക്കുക. സ്മോൾ കാറാണ് എംപ്ലോയിൻ്റെ കയ്യിലുള്ളത്. എംപ്ലോയർ ചിലവാക്കിയത് എംപ്ലോയിൻ്റെ കാറിന് ആയിട്ട് എംപ്ലോയർ ചിലവാക്കിയിരിക്കുന്നത് 5000 രൂപയാണ് എന്ന് കരുതാം. അപ്പോൾ എംപ്ലോയിയുടെ കാർ എന്ന് പറയുന്നത് സ്മോൾ കാറാണ്, 1600 cc താഴെ വരുന്ന കാറാണ്, 1.6 താഴെ വരുന്ന കാറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ കാർ ആകുമ്പോൾ 1800 രൂപ കിഴിച്ചിട്ട് 5000 നിന്ന് 1800 രൂപ കിഴിച്ചിട്ട് 3200 രൂപ ടാക്സബിൾ ആയിട്ട് വരും. ഇനി ഡ്രൈവറെയും എംപ്ലോയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ ഡ്രൈവറിൻ്റെ 900 രൂപ പെർ മന്ത് ഡ്രൈവിംഗ് എന്താണ് സാലറി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ലാർജ് കാറാകുമ്പോൾ എന്താണ് 2400 രൂപ നേരത്തെ പറഞ്ഞ പോലെ കിഴിക്കാൻ പറ്റും. അപ്പോൾ 2600 രൂപ വരും. എന്ത്, ഞാൻ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ 5000 നിന്ന് 2400 കുറയ്ക്കുകയാണെങ്കിൽ 2600 രൂപ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരും. അതിൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ, ഡ്രൈവറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ 900 രൂപ എന്തിലേക്ക് വരും, ടാക്സബിൾ സാലറിയിലേക്ക് പെർക്വിസിറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാല്യുവേഷൻ ഓഫ് കാർ വരുന്നത് സ്പെസിഫൈഡ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നത് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ഫെസിലിറ്റി ഓഫ് സ്വീപ്പർ വരുന്നുണ്ട്. ഓക്കെ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, എത്രയാണ് എമൗണ്ട് ചിലവാക്കിയിരിക്കുന്നത് എംപ്ലോയർ, അത്രയും എമൗണ്ട് എന്തിലേക്ക് പോകും, ടാക്സബിൾ പെർക്വിസിറ്റിലേക്ക് പോകും. ഓക്കെ, അതിൽ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്ത്, ഈ പറഞ്ഞ വീട്ടാവശ്യത്തിനായിട്ടുള്ള എല്ലാ ജോലിക്കാരെ വെക്കുകയാണെങ്കിലും പിന്നെ എന്താണ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടറൊക്കെ. ഓക്കെ, ഇതിനൊക്കെ എംപ്ലോയർ ചിലവാക്കുന്ന തുക. അടുത്തത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആണെങ്കിൽ, ഇഫ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് അപ് ടു 1000 പെർ മന്ത് പെർ ചൈൽഡ് ദ വാല്യൂ ഈസ് നിൽ. അതായത് ഒരു കുട്ടിക്ക് 1000 രൂപ ചിലവാക്കുന്നുണ്ട്, അതായത് എംപ്ലോയർ ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, അയാളുടെ സ്ഥാപനത്തിലായിരിക്കും അധികം. അപ്പോൾ അതിനായിട്ട് അയാൾക്ക് കയ്യിൽ നിന്ന് ചിലവാകുന്നത് 1000 രൂപയാണ്. അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്തിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ എംപ്ലോയർ ഒരു 1000 രൂപ വരെ പ്രതിമാസം ഈ കുട്ടിക്കായിട്ട്, അതായത് എംപ്ലോയിയുടെ കുട്ടിക്കായിട്ട് ചിലവാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് 1000 രൂപ വരെ ടാക്സബിൾ അല്ല. പെർ മന്ത് 1000 രൂപ വരെ എംപ്ലോയിയുടെ കുട്ടിക്കായിട്ട് വേണമെങ്കിൽ എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും. 1000 രൂപക്ക് മുകളിൽ പോകുന്ന എമൗണ്ട് ഉണ്ടാവും, അത് ടാക്സബിൾ ആവും. ഓക്കെ, ഇനി അടുത്തെന്താണ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അതും ടാക്സബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആയിട്ട് വരുന്ന എന്താണ് പെർക്വിസിറ്റ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ പെർക്വിസിറ്റ്സിന് എന്ത് അടയ്ക്കേണ്ട, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ദ വാല്യൂ ഓഫ് ഫോളോയിങ് പെർക്വിസിറ്റ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ഓഫ് എൻ എംപ്ലോയി. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന പെർക്വിസിറ്റ്സിന് എന്ത് അടയ്ക്കേണ്ട, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ടീ ഓർ സ്നാക്സ് പ്രൊവൈഡഡ് ഇൻ ദ ഓഫീസ്, അതായത് ഓഫീസിൽ കൊടുക്കുന്ന എന്താണ് ടീ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയും കടികളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും എന്തില്ല, ടാക്സ് വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് ദി സൈറ്റ്, അതായത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അടുത്തൊക്കെ ഷെഡ് കെട്ടി താമസിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു കെട്ടിടം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അതിനൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തതായിട്ട് എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ, അതായത് ടെലിഫോണിനോ മൊബൈൽ ഫോണിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് അടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട, എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട.
എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, അതായത് സ്റ്റാഫിന് ഗ്രൂപ്പായിട്ടൊരു ഇൻഷുറൻസ് സ്കീം തുടങ്ങിയിട്ട് എംപ്ലോയർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ ടാക്സബിൾ ഇൻകത്തിലേക്ക് പെർക്വിസിറ്റ് ആയിട്ട് വരില്ല. അടുത്തത് സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ആൻഡ് ദെയർ ചിൽഡ്രൻ. എംപ്ലോയീസിന് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിലും ടാക്സബിൾ പെർക്വിസിറ്റ് അല്ല. അടുത്തത് കോസ്റ്റ് ഓഫ് റിഫ്രഷർ കോഴ്സസ്, അതായത് റിഫ്രഷർ കോഴ്സസ് അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സിനൊക്കെ എന്തെങ്കിലും ചിലവ് എംപ്ലോയർ വഹിച്ചിട്ട് വല്ല വിദേശത്ത് അയച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ദൂര സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് തന്നെ എംപ്ലോയിക്ക് എന്തെങ്കിലും എന്താണ് ചിലവ് നടത്തിക്കൊണ്ട് എന്തെങ്കിലും റിഫ്രഷർ കോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ ഫെസിലിറ്റി ഓഫ് കൺവേയൻസ് ഫ്രം റെസിഡൻസ് ടു ഓഫീസ് ആൻഡ് ബാക്ക്. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്നും വീട്ടിലേക്കുമുള്ള ചിലവ് വേണ്ട. അങ്ങനത്തെ എന്തെങ്കിലും ഫെസിലിറ്റി, ഇപ്പോൾ ബസ് സർവീസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടാക്സ് പെയ്ഡ് ഓൺ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. ടാക്സ് എന്തെങ്കിലും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സിനായിട്ട് അടച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു കാറ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കാറ് വാങ്ങണ നേരത്ത് എംപ്ലോയർ അതിനൊരു ടാക്സും കൂടി അടയ്ക്കുന്നുണ്ട്, GST അടയ്ക്കുന്നുണ്ട്. ആ GSTൻ്റെ എമൗണ്ട് എംപ്ലോയി അടയ്ക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ആ GSTയുടെ എമൗണ്ട് എംപ്ലോയി അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. പെർക്വിസിറ്റ്സ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിനെ വിദേശത്ത് എന്തെങ്കിലും കാര്യത്തിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും പെർക്വിസിറ്റ്സും എന്താണ് ടാക്സബിൾ അല്ല. അടുത്തത് ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സും കൊടുത്താൽ പെർക്വിസിറ്റ് അല്ല. നേരത്തെ ഞാൻ പറഞ്ഞു അത് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ പെർക്വിസിറ്റ് അല്ല, അതെന്താണ് ടാക്സബിലിറ്റി ഇല്ല. റെൻറ്റ് ഫ്രീ ഹൗസ് ആൻഡ് കൺവേയൻസ് ഫെസിലിറ്റി ടു സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി ജഡ്ജസ്, അതായത് സുപ്രീം കോടതി ഹൈക്കോടതിയുള്ള ജഡ്ജുകൾക്കൊന്നും റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ടാക്സബിൾ പെർക്വിസിറ്റ് വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് സെക്ഷൻ 10 സബ്സെക്ഷൻ 5 പറയുന്നത് ലീവ് ട്രാവൽ കൺസെഷൻ, LTC, ലീവ് ട്രാവൽ കൺസെഷൻ, അതിനെന്തില്ല പെർക്വിസിറ്റ് ഇല്ല. എന്താ ലീവ് ട്രാവൽ കൺസെഷൻ? എംപ്ലോയീസ് എൻടൈറ്റിൽഡ് ടു എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് വാല്യൂ ഓഫ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ് റിസീവ്ഡ് ബൈ ഓർ ഡ്യൂ ടു ഹിം ഫ്രം ഹിസ് എംപ്ലോയർ ഓർ former employer for himself and his family in connection with the proceeding on leave to any place in India after retirement. അതായത് നമ്മൾ ലീവ് എടുത്തുകൊണ്ട്, അതായത് ലീവ് അനുവദിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാനുള്ള അനുമതി ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും കമ്പനികളും കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് ടാക്സ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പോൾ ക്വാർട്ടേഴ്സുകൾ കൊടുക്കും, ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ ക്വാർട്ടേഴ്സുകൾ കൊടുക്കും, ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കും. അപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കാനാവുക. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തില്ല ടാക്സബിലിറ്റി വരുന്നില്ല. ഇനി അടുത്തതായിട്ട് മെഡിക്കൽ ഫെസിലിറ്റി ഈസ് നോട്ട് ടാക്സബിൾ. അതായത് ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒക്കെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2. അടുത്തത് മെഡിക്കൽ ഫെസിലിറ്റി ഇൻ എ ഹോസ്പിറ്റൽ ഇൻക്ലൂഡിങ്. അപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റീനെ കുറിച്ച് കൂടുതൽ പറയാനാണ്. Medical facility in a hospital including a dispensary, a clinic or a nursing home maintained by the employer ആണെങ്കിൽ the value of medical treatment provided to an employee or to any member of his family in any hospital, dispensary, a clinic or nursing home maintained by the employer shall not be a perquisite. അതായത് എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയറുടെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എംപ്ലോയിയോ അയാളുടെ കുടുംബാംഗങ്ങളോ ഫ്രീ ആയിട്ട് ചികിത്സിച്ചാൽ അവിടെ ആ ഒരു എമൗണ്ട് ടാക്സബിൾ ആയിട്ട് വരില്ല. ഓക്കെ, ഇനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എംപ്ലോയി നടത്തിയിട്ട് അതിന് എംപ്ലോയർ കാശ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ട് അതിൻ്റെ കാശ് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അടുത്തതായിട്ട് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ഉണ്ട്. ചില പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ഉണ്ട്. അത് ഇൻകം ടാക്സ് റൂൾസിൽ റൂൾ 3A പറയുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ ക്യാൻസർ അങ്ങനത്തെ ഡിസീസുകൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എംപ്ലോയി അസുഖം ബാധിച്ചിട്ട് ചികിത്സ തേടുന്നത്. അതിനായിട്ട് എംപ്ലോയർ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ടാക്സ് വരുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഒരു ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഒരു പോർഷൻ എംപ്ലോയർ അടയ്ക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിന് അതിനെന്ത് വരുന്നില്ല, ടാക്സബിലിറ്റി വരുന്നില്ല. പിന്നെ പ്രീമിയത്തിൻ്റെ എന്താണ് എനി റീഇംബേഴ്സ്മെൻറ്റ് ബൈ എംപ്ലോയർ ഓഫ് എനി ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി എംപ്ലോയി. അതായത് ഇൻഷുറൻസ് പ്രീമിയത്തിന് എന്തെങ്കിലും അടച്ചിട്ട് എംപ്ലോയി അടച്ചിട്ട് അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അതിനും ടാക്സബിലിറ്റി വരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ,
ഇനി ചില കേസിൽ എംപ്ലോയീസ് വിദേശത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് ടാക്സബിലിറ്റി വരുന്നതെന്ന് നോക്കണം. അപ്പോൾ എക്സ്പെൻസസ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ RBI, അത് RBI പെർമിറ്റ് ചെയ്ത ലിമിറ്റിനകത്താണെങ്കിൽ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്ത ലിമിറ്റിനകത്താണ് ചിലവ് വന്നിരിക്കുന്നത് എങ്കിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് എംപ്ലോയി ചികിത്സ തേടുന്നുണ്ട്, അതിൻ്റെ ചിലവ് വഹിക്കുന്നത് എംപ്ലോയർ ആണെങ്കിൽ, ആ ചിലവിൻ്റെ എമൗണ്ട് RBI പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെക്കാട്ടിയും ചെറുതാണെങ്കിൽ അവിടെ ടാക്സബിലിറ്റി വരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസസ് ഓൺ സ്റ്റേ ഓൺ അബ്രോഡ് ഓഫ് ദി എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ദി ഫാമിലി ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് വൺ അറ്റൻഡൻറ്റ് ഹൂസ് അക്കമ്പനീസ് ദ പേഷ്യൻറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് പെർമിറ്റഡ് ബൈ RBI. അതായത് എംപ്ലോയിക്കോ അയാളുടെ കുടുംബത്തിന് ആർക്കെങ്കിലുമോ ആണ് അസുഖമെങ്കിൽ, അത് വിദേശത്ത് പോയിട്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ അയാൾക്കും, അതായത് അസുഖമുള്ള ആൾക്ക്, ഒന്നുകിൽ എംപ്ലോയിക്കാവാം അല്ലെങ്കിൽ എംപ്ലോയിയുടെ ബന്ധുവിനാവാം, അസുഖമുള്ള ആൾക്കും അയാളുടെ കൂടെ ഒരു അറ്റൻഡി, അതായത് അയാളുടെ കൂടെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തിക്കും കൂടി പോയിട്ട് വിദേശത്ത് നിന്ന് ചികിത്സിക്കാം. അതിൻ്റെ ചിലവ് എംപ്ലോയർ വഹിച്ചാൽ RBI പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ലിമിറ്റിനകത്താണെങ്കിൽ ടാക്സബിലിറ്റി വരുന്നില്ല. ആ ലിമിറ്റ് നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യമില്ല, അത് പറയുന്നില്ല ഇവിടെ. ഓക്കെ, അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ട്രാവൽ എക്സ്പെൻസസ് ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് വൺ അറ്റൻഡൻറ്റ് ഹൂ അക്കമ്പനീഡ് ദി പേഷ്യൻറ്റ് ഷാൽ ബി ടാക്സ് ഫ്രീ ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് ഹൂസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 2 lakh. അതായത് മൊത്തത്തിലുള്ള ഒരു വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള ഒരാളാണെങ്കിൽ, ഈ അസുഖമുള്ള വ്യക്തിയും പിന്നെ അയാളുടെ കൂടെ പോകുന്ന അറ്റൻഡി, അയാളുടെ കൂടെ സഹായത്തിന് പോകുന്ന വ്യക്തിക്കും ഉള്ള ട്രാവൽ എക്സ്പെൻസ്, യാത്രാ ചെലവ് എംപ്ലോയർ വഹിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ എംപ്ലോയിയുടെ സാലറി 2 ലക്ഷത്തിലും താഴെയാണെങ്കിൽ, പ്രതിവർഷം 2 ലക്ഷത്തിലും ഗ്രോസ് ടോട്ടൽ സാലറി, എല്ലാ സാലറിയും കൂടി ചേർത്തിട്ട് 2 ലക്ഷത്തിലും താഴെയാണെങ്കിൽ അതിന് എന്ത് വരുന്നില്ല, ടാക്സബിലിറ്റി വരുന്നില്ല. ഇനിയിപ്പോൾ 2 ലക്ഷത്തിന് മുകളിലാണ് എംപ്ലോയിയുടെ സാലറി എങ്കിൽ, എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ബന്ധുവിനോ ചികിത്സയ്ക്കായിട്ട് വിദേശത്ത് പോകേണ്ടി വന്നാൽ കൂടെ പോകുന്ന അറ്റൻഡിക്കും കൂടി ചേർത്തിട്ട് യാത്രാ ചെലവ് വരികയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കണം. അത് എംപ്ലോയർ വഹിക്കുകയാണെങ്കിൽ അതിന് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് amount of standard deduction under section 16(1)(a) increased from 40,000 to 50,000 from the assessment year 2020-21. പക്ഷേ അസസ്മെൻറ്റ് ഇയർ 2020-21 പ്രകാരം 40,000 നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അസസ്മെൻറ്റ് ഇയർ 2020-21 അനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കേസ് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. രണ്ടാമത്തെ കേസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരുന്നത് സെക്ഷൻ 16 സബ്സെക്ഷൻ 2-ലാണ്. സെക്ഷൻ 16 സബ്സെക്ഷൻ 2-ലാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരുന്നത്. ദി എമൗണ്ട് ഡിഡക്റ്റബിൾ എത്ര വരുന്നതെന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറയ്ക്കാനുള്ള അവകാശമുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിഡക്റ്റ് ചെയ്യാനുള്ള അവകാശം ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദി എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് 1/5 ഓഫ് ബേസിക് സാലറി ഓർ 5,000 വിച്ച് എവർ ഇസ് ലെസ്. ഇതിൽ ഏതെങ്കിലും ഒരു എമൗണ്ട്, ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ എമൗണ്ട് ആയിട്ട് വരുന്നത്? ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2,000 രൂപയും 1/5 ഓഫ് ബേസിക് സാലറിൻ്റെ മാത്രം അടിവരടേണ്ട വാക്കാണ് ബേസിക് സാലറി. ഓക്കെ, നമുക്ക് ബേസിക് സാലറി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തരും. ബേസിക് സാലറി, DA, കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തരിക സാലറീൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ അതിൽ ബേസിക് സാലറി മാത്രം എടുത്തിട്ട് അതിൻ്റെ 1/5 എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെക്കാട്ടിയും അത് കൂടുതലാണെങ്കിൽ എന്തെടുക്കുക? ഈ പറയുന്ന എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ 1/5 ഓഫ് ബേസിക് സാലറി എന്ന് പറയുന്നത് 4,000 ആണെന്ന് കരുതുക. എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുന്നത് 2,000 ആണെന്ന് കരുതുക. അതേപോലെ നമ്മൾ മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ആണ് 5,000. അപ്പോൾ മാക്സിമം നമുക്ക് എമൗണ്ട് ഡിഡക്റ്റബിൾ അണ്ടർ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് ഈസ് ₹5,000. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞത് 5,000 രൂപയാണ്. അപ്പോൾ 5,000 രൂപയിൽ താഴെയാണോ ഇത് രണ്ടും വരുന്നത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും താഴെയാണെങ്കിൽ പിന്നെ ഇത് രണ്ടും പരിഗണിക്കുക. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് അത് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ കുറിച്ച് പറയാനുള്ളത്. അതെന്താണ്? സെക്ഷൻ 16 സബ്സെക്ഷൻ 2-ലാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരുന്നത്. മൂന്നാമത്തെ കേസ് നോക്കുക, ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓർ പ്രൊഫഷണൽ ടാക്സ്. അതായത് നമ്മൾ ഈ കോർപ്പറേഷനിലൊക്കെ
പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കും. എംപ്ലോയീസ്, സാലറീഡ് എംപ്ലോയീസ് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കും. അപ്പോൾ അതിലും എന്ത് കിട്ടുന്നുണ്ട്? ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഇൻ ലിeu ഓഫ് മീൻസ് എന്താ വെച്ചാൽ പകരം, അതായത് സാലറിക്ക് പകരം കിട്ടുന്ന എന്തെങ്കിലും പ്രോഫിറ്റ് അത് സാലറി ആയിട്ട് തന്നെ പരിഗണിക്കും. എനി അതർ പ്രോഫിറ്റ്, അതെന്താണ്? സാലറിക്ക് പകരമായിട്ട് പരിഗണിക്കാവുന്ന പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഇൻക്ലൂഡ് എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഫ്രം എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ടെർമിനേഷൻ. അതായത് ഒരു എംപ്ലോയിയെ പിരിച്ചുവിടുന്ന നേരത്തെ എംപ്ലോയർ എന്തെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ സാലറി ആയിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. രണ്ടാമത്തെ കേസ് പറയുന്നത് എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ. എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ ഫോർമർ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു എമൗണ്ട് കാശായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സാലറി, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. മൂന്നാമത്തെ കേസ് പറയുന്നത് എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ. ഓക്കെ, അപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് കോൺട്രിബ്യൂഷനിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും എന്താണ്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. എനി എമൗണ്ട് റിസീവ്ഡ് അണ്ടർ എ കീ മാൻ ഇൻഷുറൻസ് പോളിസി. ഒരു കീ മാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അതും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതെന്താണ്? സാലറിയുടെ പകരമായിട്ട് പരിഗണിക്കാവുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ കീ മാൻ എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് എംപ്ലോയർ ഒരു ഇൻഷുറൻസ് എടുക്കാമെന്ന് കരുതുക. അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് എന്താണ് ജോലി അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിന് എംപ്ലോയർക്കും എംപ്ലോയിക്കും കിട്ടുന്ന തരത്തിലൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുക. ആർക്ക്? താക്കോൽ സ്ഥാനത്തിരിക്കുന്നൊരു എംപ്ലോയിക്ക്. അപ്പോൾ എംപ്ലോയിക്ക് കിട്ടുന്ന എമൗണ്ട് എവിടെ വരുന്നു വെച്ചാൽ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പരിഗണിക്കും. അഞ്ചാമത്തെ കേസ് ശ്രദ്ധിക്കുക. എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ ബിഫോർ ജോയിനിങ് എനി എംപ്ലോയ്മെൻറ്റ് വിത്ത് ദാറ്റ് പേഴ്സൺ ഓർ ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്ത് ദാറ്റ് പേഴ്സൺ. അതായത് എംപ്ലോയ്മെൻറ്റിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയി കൈപ്പറ്റുകയാണെങ്കിൽ, അത് എംപ്ലോയറുടെ അടുത്ത് നിന്ന് കൈപ്പറ്റുകയാണെങ്കിൽ അതെന്തായിട്ട് പരിഗണിക്കുന്നു വെച്ചാൽ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ട് പരിഗണിക്കും. ഒരു ചോദ്യം ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് മുഴുനീളം ചെയ്യുന്നില്ല, നമുക്ക് ചോദ്യം ഒന്ന് ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കാര്യം ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാൻ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദ്യം ചർച്ച ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് സാലറി ഇൻകം ഓഫ് മിസ്റ്റർ ദേശായി. ദേശായി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സാലറി ഇൻകമാണ് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കുന്നത് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ ദേശായി കാശ് സമ്പാദിച്ച വർഷം അല്ലെങ്കിൽ സാലറി മേടിച്ച വർഷമാണ് 2019-20. അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ വരാൻ പോകുന്നത് 2020-21. അപ്പോൾ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് ബേസിക് സാലറിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, അതായത് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ കിഴിച്ചിട്ടാണ് ബേസിക് സാലറി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് കിഴിച്ചിരിക്കുന്നത് നോക്കാം. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് 15,000 രൂപ കൊടുത്തത് സാലറിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 24,000 രൂപ സാലറിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 10,000 രൂപയും സാലറിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് സാലറിയിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ മൈനസ് ചെയ്തിട്ട് അവസാനം നെറ്റ് എമൗണ്ട് ആണ് 2,16,000 രൂപ. 2,16,000 രൂപയാണ് ബേസിക് സാലറി. പക്ഷേ അത് നെറ്റ് എമൗണ്ട് ആണ്. കാര്യം എന്താ വെച്ചാൽ ഈ ഐറ്റംസ് ഒക്കെ എന്താണ് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഡിയർനെസ് അലവൻസ് ഗിവൺ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണ്. എത്രയാണ്? 87,000. അപ്പോൾ അതാണിത് ഫോമിംഗ് പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ HRA കൊടുക്കുന്ന നേരത്തെ ഇത് പരിഗണിക്കാം. എന്താ ഈ ഡിയർനെസ് അലവൻസ് അക്കോമഡേഷൻ ആയിട്ട് വരുന്നത്? റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇയാൾക്ക് എവിടെയാണ് കിട്ടുന്നത്? മധുരയിലാണ് കിട്ടുന്നത്. മധുര ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് 25 ലക്ഷത്തിനും താഴെ അല്ലെങ്കിൽ 10 ലക്ഷത്തിനും ഇടയിലായിരിക്കും എന്ത് വരാൻ ചാൻസ്? പോപ്പുലേഷൻ വരാൻ ചാൻസ് ഉള്ളത്. പോപ്പുലേഷൻ എന്താണ്? 20 ലക്ഷം ഉള്ളൂ. മധുരയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് 20 ലക്ഷം ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫർണിച്ചറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ഫർണിച്ചറിൻ്റെ വില എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയുടെ ഫർണിച്ചറും ആ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ എംപ്ലോയർ വീട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഫർണിച്ചറും ഉണ്ട്, 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വരുന്നുണ്ട്. 4ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓഫ് ₹1,20,000. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അടയ്ക്കാത്ത ലോൺ, ഇൻട്രസ്റ്റ് വേണ്ടാത്ത ലോൺ കൊടുത്തിട്ടുണ്ട്. ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. ഓൺ 1 ഓഗസ്റ്റ് 2019, ഓഗസ്റ്റ് 1, 2019 കൊടുത്തിരിക്കുന്നത്. SBI ഇൻട്രസ്റ്റ് എത്ര ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 10% ലോണിന് SBI ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷൻ അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കുട്ടിക്കേ കൊടുത്തിട്ടുള്ളൂ. ഇയാൾക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, 1 ചൈൽഡേ ഉള്ളൂ. 300 രൂപ പ്രതിമാസം കൊടുക്കുന്നുണ്ട് അലവൻസ് ആയിട്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കൊടുക്കുന്നുണ്ട് 3000 രൂപ. അത് കഴിഞ്ഞിട്ട് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ എത്രയാണ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 15,000 രൂപ. ഓക്കെ, എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 15,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് അയാളുടെ ബേസിക് സാലറിയിൽ നിന്നാണ് പിടിക്കുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 15,000 രൂപയാണ്. അത് ഈക്വൽ എമൗണ്ടിനാണ് രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് 9.5%. ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് എത്രയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 1,800 രൂപയാണ്. അത് 9.5% ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇയാൾ ചികിത്സ നടത്തിയിട്ട് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് 20,000 രൂപ. ട്രീറ്റ്മെൻറ്റ് ഡൺ ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ട്രീറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അതിന് എംപ്ലോയർ ഇയാൾക്ക് 20,000 രൂപ ആ വന്ന ചിലവ്, ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്ന ചിലവ് എംപ്ലോയർ ഇയാൾക്ക് വീട്ടിയിട്ടുണ്ട്. 10ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ലീവ് ട്രാവൽ കൺസെഷൻ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. രൂപ എത്ര കൊടുത്തിരിക്കുന്നത്? 35,700. 35,700 രൂപയാണ് ലീവ് ട്രാവൽ കൺസെഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. 11ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, സാലറി ഓഫ് ഗാർഡനർ, തോട്ടക്കാരന് ഒരു സാലറി എംപ്ലോയർ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയറാണ് കൊടുത്തിരിക്കുന്നത് 300 രൂപ പ്രതിമാസം വെച്ചിട്ട്. ഡ്യൂറിങ് ദ ഇയർ മിസ്റ്റർ ദേശായി പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഓഫ് റുപ്പീസ്, അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് അടച്ചിട്ടുണ്ട്. ഇയാൾ 2,000 രൂപ അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ഓഫ് മിസ്റ്റർ ദേശായി. ആദ്യം തന്നെ ബേസിക് പേ എഴുതുക. അപ്പോൾ ബേസിക് പേ നമ്മൾ എന്താണ് 2,16,000 ആണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് നെറ്റ് എമൗണ്ട് ആണ്, പക്ഷെ നമ്മൾ എഴുതേണ്ടത് ഗ്രോസ് എമൗണ്ട് ആണ്. നമ്മൾ എന്താണ് മൊത്തത്തിൽ എല്ലാം കൂടി, അതായത് എന്തൊക്കെയാണ് അതിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് അതൊക്കെ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഗ്രോസ് എമൗണ്ട് എഴുതണം. അപ്പോൾ നമ്മൾ പ്രോവിഡൻറ്റ് ഫണ്ടും പിന്നെ LICയും മറ്റ് ഐറ്റംസ് ഒക്കെ അതിൽ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യുക. നമ്മളെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 2,65,000 രൂപ, 2,65,000 രൂപ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് എമൗണ്ട് ആയിരുന്നു 2,16,000 കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ബാക്ക് ഫോർവേഡ് അടിച്ച് നോക്കുക. അപ്പോൾ എന്താണ് ഈ 3 ഐറ്റംസ്, ഒന്ന് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആയിരുന്നു, ഒന്ന് എന്താണ് LIC പ്രീമിയം ആയിരുന്നു, ഒന്ന് TDS ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും സാലറിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് സാലറി എഴുതി വെക്കുക. അപ്പോൾ 2,65,000 രൂപയാണ് സാലറി ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിയർനെസ് അലവൻസ് മൊത്തമായിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തിരിക്കുന്നത് പെർക്വിസിറ്റ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്താണ്? അതൊരു പെർക്വിസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞത് 1,20,000 രൂപയാണ്. എത്ര രൂപയാണ് ലോൺ കൊടുത്തിരിക്കുന്നത്? 1,20,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ലോണായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് ഒന്നും വാങ്ങുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റ് വാങ്ങുന്നില്ലെങ്കിൽ അത് പെർക്വിസിറ്റ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് സാലറിയിലേക്ക് അത് ആഡ് ചെയ്യണം. അപ്പോൾ ഇയാൾ ഓഗസ്റ്റ് 1 ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇയാൾക്ക് എംപ്ലോയർ കൊടുക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെ 8 മാസങ്ങളാണുള്ളത്. ഓഗസ്റ്റ് 1 മുതൽ, ഓഗസ്റ്റ് മാസം മുഴുവനായിട്ട് പരിഗണിച്ചാൽ ഓഗസ്റ്റ് മുതൽ മാർച്ച് 31 വരെ 8 മാസങ്ങളാണുള്ളത്. അപ്പോൾ ഇതിന് 8/12 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 10% നിലവിൽ SBI പലിശ വാങ്ങുന്നത്. അതുകൊണ്ട് 10% ഇൻട്രസ്റ്റ് കണക്കാക്കിക്കൊണ്ട് 8,000 രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് പെർക്വിസിറ്റിൽ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് എഴുതുക. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, ഇത് ഇങ്ങനെ ഈ ഒരു ഓർഡർ തെറ്റിച്ച് എഴുതാണ്ട് അലവൻസുകൾ മാത്രം ആദ്യം എഴുതിയിട്ട് അതിനുശേഷം പെർക്വിസിറ്റ്സ് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് വളരെ സ്ക്രാമ്പിൾഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ എക്സാമിനേഷൻ എഴുതുന്ന നേരത്തെ ആദ്യം അലവൻസ്, അതായത് ബേസിക് പേ, DA, കമ്മീഷനൊക്കെ കഴിഞ്ഞതിന്, ബോണസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം അലവൻസുകൾ, അത് കഴിഞ്ഞിട്ട് പെർക്വിസിറ്റ്സ് എഴുതുന്നതായിരിക്കും കൂടുതൽ നന്നാവുക.
അപ്പോൾ ഇവിടെ പെർക്വിസിറ്റ് എഴുതിയതിനു ശേഷം വീണ്ടും ഒരു അലവൻസ് ആണ് എഴുതുന്നത്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. അപ്പോൾ പ്രതിമാസം 300 രൂപ വെച്ചിട്ടാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഇയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം ഇയാൾക്ക് കിട്ടുന്ന ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് വെച്ചാൽ 3600 രൂപയാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന എക്സംഷൻ എത്രയാണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് അലവൻസ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 1200 രൂപ, അതായത് 100 × 12 1200 രൂപ കുറയ്ക്കാൻ പറ്റും, പ്രതിമാസം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണ് 2400 ടാക്സബിൾ എമൗണ്ട് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൽ വരുന്നുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് 3000 രൂപ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ടാക്സബിൾ ആണ്. പക്ഷെ അത് 12% ഓഫ് സാലറിയിൽ വർദ്ധിക്കുന്നില്ല. സാലറി ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബേസിക് പ്ലസ് DA അതിൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ബേസിക് സാലറി വരുന്നത് 2,65,000 ആണ്. അതിൻ്റെ കൂടെ DA ഫോമിംഗ് പാർട്ടായതുകൊണ്ട് അതും ആഡ് ചെയ്യുക. ഇതിൻ്റെ 12% കാണുക. എത്ര വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 12% വരുന്നത് 42,240 രൂപയാണ്. പക്ഷേ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാകെ 15,000 രൂപയാണ്. അതുകൊണ്ട് എന്താണ് ടാക്സബിൾ അല്ല. ഇതിനെക്കാട്ടിയും എമൗണ്ട് കൂടുകയാണെങ്കിൽ ആ ഡിഫറൻസ് മാത്രമേ നമുക്ക് ടാക്സബിൾ ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 43,000 വരെയാണ് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്കിൽ, 43,000 ആണ് വരുന്നതെങ്കിൽ നമുക്കൊരു 760 രൂപ എന്താണ് പരിഗണിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് ഇതിനെക്കാട്ടിയും കൂടുതലല്ല എമൗണ്ട് വരുന്നത്. 15,000 രൂപ മാത്രമേ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് എൻറ്റയർലി എന്താണ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5%. ഇൻട്രസ്റ്റ് 9.5%നെക്കാട്ടിയും കൂടുതലല്ല. അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ്? 9.5% ആണ് കിട്ടുന്നത്. അതായത് 1,800 രൂപയാണ്. അതായത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനിൽ മുകളിൽ വന്ന ഇൻട്രസ്റ്റ് 9.5% തന്നെയാണ് കിട്ടുന്നത്. അത് എത്രയാണ്? 1,800 രൂപയാണ്. അത് 9.5 നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ടെന്താണ് അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, അത് എക്സംപ്റ്റഡ് ആണ്. ഇപ്പോൾ 10% വരികയാണെങ്കിൽ 0.5% നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി LTC എന്താണ്? ലീവ് ട്രാവൽ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് എക്സംപ്റ്റഡ് ആണ്. LTC എക്സംപ്റ്റഡ് ആണ്. സാലറി ഓഫ് ഗാർഡനർ ഫുള്ളി ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. സാലറി ഓഫ് ഗാർഡനർ എന്താണ്? ഫുള്ളി ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. അപ്പോൾ അത് മുഴുവനായിട്ട് പരിഗണിക്കുക. ഇനി വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇവിടെ ഇയാൾ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ മധുരയാണ്. മധുരയുടെ ജനസംഖ്യ എന്ന് വെച്ചാൽ 20 ലക്ഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ 25 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 15% ഓഫ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനും അതിൻ്റെ കൂടെ ഫർണിച്ചറിൻ്റെ 10% എടുക്കേണ്ടത്. ഇവിടെ 20 ലക്ഷം ആയതുകൊണ്ട് 10% ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അതിൻ്റെ കൂടെ തന്നെ എന്താണ് 10% ഓഫ് ഫർണിച്ചറുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 10% ഓഫ് സാലറിയാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. 10% ഓഫ് സാലറിയാണ്. ഇവിടെ പറഞ്ഞ സാലറി എന്താണെന്ന് വെച്ചാൽ ബേസിക് പേ വരുന്നുണ്ട്. DA ഫോമിംഗ് പാർട്ടാണെങ്കിൽ അത് വരും. അതുകൂടാതെ മറ്റെല്ലാ ടാക്സബിൾ അലവൻസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ടാക്സബിൾ അലവൻസ് നമ്മൾ എഴുതി? ഒന്ന് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എഴുതി, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എഴുതി. മറ്റ് അലവൻസുകളൊന്നും നമുക്ക് എന്താണ് ടാക്സബിൾ അലവൻസ് ആയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും പിന്നെന്താണ്? ഇത് പെർക്വിസിറ്റ് ആണ്, ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് പെർക്വിസിറ്റ് ആണ്, ഇത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് പേ എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിയർനെസ് അലവൻസ് എടുത്തിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് ആണെങ്കിൽ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതർ ടാക്സബിൾ അലവൻസ്, ഇവർ എന്തൊക്കെ ടാക്സബിൾ അലവൻസാണ് വരുന്നത്? ഇത് പെർക്വിസിറ്റ് ആണ്, ഇത് ഇവിടെ എടുത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ടാക്സബിൾ അലവൻസ് എന്നാണ്, ഈ പോർഷൻ മാത്രം എടുത്ത് ഇവിടെ എഴുതുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്തിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, പെർക്വിസിറ്റുകളൊന്നും നമ്മൾ എഴുതേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ എന്താണ് സാലറി ഓഫ് ഗാർഡനർ എടുത്ത് എഴുതേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ 10% എന്ന് പറഞ്ഞത് 35,740 രൂപയാണ്. ഓക്കെ, 35,740 രൂപയാണ് ഇതിൻ്റെ 10% എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ 10% ഓഫ് ഫർണിച്ചർ, അതായത് ഇയാൾക്ക് 2 ലക്ഷത്തിൻ്റെ ഫർണിച്ചറും കൂടി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫർണിച്ചറിൻ്റെ 10% കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 20,000 രൂപ വന്ന്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ 55,740 രൂപ വന്ന്. അതാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ഇനി ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡിഡക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് അണ്ടർ സെക്ഷൻ 16 വരുന്ന ഡിഡക്ഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിയമം എന്താണ് പറഞ്ഞത്? എത്രയാണോ ഗ്രോസ് സാലറി കിട്ടുന്നത് അതിൽ നിന്ന്
50,000 രൂപ കിഴിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ എത്ര കിട്ടിയാലും നമ്മളെപ്പോഴും സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? നമുക്ക് നമ്മളോട് ടാക്സബിൾ അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറിയാണ് കാണാൻ പറഞ്ഞതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ആണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയതാണ് ഗ്രോസ് സാലറിയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു പ്രീ ഫിക്സ്ഡ് എമൗണ്ട് ആണ്, ഗവൺമെൻറ് തരുന്നൊരു ആനുകൂല്യമാണ്. 50,000 രൂപ സാലറിയിൽ നിന്ന് എപ്പോഴും കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതെടുത്തിട്ട് എഴുതുക. അതിനുശേഷം എൻ്റർടൈൻമെൻറ്റ് എലവൻസ് ഇയാൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. എൻ്റർടൈൻമെൻറ്റ് എലവൻസ് കുറയ്ക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല. എംപ്ലോയ്മെൻറ്റ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് 52,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഇൻകം ഫ്രം സാലറി. എത്ര വരുന്നതെന്ന് വെച്ചാൽ 3,72,740 രൂപ വരും. ഓക്കെ. അപ്പോൾ ഇവിടെ താഴെ നോട്ട് ശ്രദ്ധിക്കുക. അസ്യൂം ദാറ്റ് LTC സാറ്റിസ്ഫൈ ഓൾ കണ്ടീഷൻ ലേ ഡൗൺ ഇൻ ദി ആക്ട്. അപ്പോൾ നമ്മൾ LTC എന്ന് പറഞ്ഞ് വെറുതെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും അത് പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെ എന്താണ്? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ഡൺ ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഹെൻസ് ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ. അല്ലേ? ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആകുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടാക്സ് ഫ്രീ ആണ്. ആ പെർക്വിസിറ്റ് എന്താണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെർക്വിസിറ്റ്സിൽ പഠിക്കാനുള്ളത്. കുറച്ച് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊന്നും കൂടി കാര്യങ്ങളാണ് നമുക്ക് പെർക്വിസിറ്റ്സിൽ മെയിനായിട്ടും പഠിക്കാനായിട്ട് വരുന്നത്. കുറച്ച് വലിയ ടോപ്പിക്കാണ്. പക്ഷേ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് വരാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളത് പ്രാക്ടിക്കൽ ലൈഫായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്നും നമുക്കെന്താണ് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ.